ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഇന്നത്തെ ഈ ക്ലാസ്സിലെ സബ്ജക്റ്റ് ബയോളജി, ടോപ്പിക്ക് ഹൃദയം. ഹൃദയത്തെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട 40 ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. ഇനി വരുന്ന PSC എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കേ. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. ഹൃദയത്തെക്കുറിച്ചുള്ള പഠനം കാർഡിയോളജി. മുതിർന്ന ഒരാളുടെ ഹൃദയത്തിൻ്റെ ഭാരം പുരുഷൻ 300 ഗ്രാം മുതൽ 350 ഗ്രാം വരെ, സ്ത്രീ 250 ഗ്രാം മുതൽ 300 ഗ്രാം വരെ. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം 0.8 സെക്കൻഡ്. ഒരു പ്രാവശ്യം ഹൃദയമിടിക്കുന്നതിനാവശ്യമായ സമയം 0.8 സെക്കൻഡ്. മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് 72 പെർ മിനിറ്റ്. മനുഷ്യൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് 72 പെർ മിനിറ്റ്. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് 130 പെർ മിനിറ്റ്. നവജാത ശിശുവിൻ്റെ ഹൃദയസ്പന്ദന നിരക്ക് 130 പെർ മിനിറ്റ്. ആനയുടെ ഹൃദയസ്പന്ദന നിരക്ക് 25 പെർ മിനിറ്റ്. ആനയുടെ ഹൃദയസ്പന്ദന നിരക്ക് 25 പെർ മിനിറ്റ്. ഹൃദയസ്പന്ദന നിരക്ക് ഏറ്റവും കുറഞ്ഞ സസ്തനം നീലത്തിമിംഗലം. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം പെരികാർഡിയം. ഹൃദയത്തെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന ആവരണം പെരികാർഡിയം. പെരികാർഡിയത്തിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവം പെരികാർഡിയൽ ദ്രവം. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. 2 ഏട്രിയ അല്ലെങ്കിൽ ഓറിക്കിള്, 2 വെൻട്രിക്കിള്, അങ്ങനെ 4 എണ്ണം. മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം 4. മനുഷ്യഹൃദയത്തിലെ മുകളിലത്തെ അറകൾ ഏട്രിയ അഥവാ ഓറിക്കിളുകൾ. മനുഷ്യഹൃദയത്തിലെ താഴത്തെ അറകൾ വെൻട്രിക്കിളുകൾ. വലത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾ ഊർധ്വമഹാസിര. ഇടത്തെ ഓറിക്കിളിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴലുകൾ അധോമഹാസിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോമഹാസിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ സിര അധോമഹാസിര. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്ന അറ വലത് ഏട്രിയം. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം സ്വീകരിക്കുന്ന അറ വലത് ഏട്രിയം. ഹൃദയത്തിൻ്റെ വലത് അറകൾക്കിടയിലെ വാൽവ് ട്രൈക്കസ്പിഡ് വാൽവ്. ഹൃദയത്തിൻ്റെ വലത് അറകൾക്കിടയിലെ വാൽവ് ട്രൈക്കസ്പിഡ് വാൽവ്. ഹൃദയത്തിൻ്റെ ഇടത് അറകൾക്കിടയിലെ വാൽവ് ബൈക്കസ്പിഡ് വാൽവ്. ഹൃദയത്തിൻ്റെ ഇടത് അറകൾക്കിടയിലെ വാൽവ് ബൈക്കസ്പിഡ് വാൽവ്. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ശ്വാസകോശ ധമനി. അശുദ്ധ രക്തം വഹിക്കുന്ന ഏക ധമനി ശ്വാസകോശ ധമനി. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശ സിര. ശുദ്ധരക്തം വഹിക്കുന്ന ഏക സിര ശ്വാസകോശ സിര. ശ്വാസകോശത്തിൽ നിന്നും വരുന്ന ശുദ്ധരക്തം സ്വീകരിക്കുന്ന അറ ഇടത് ഏട്രിയം. ഹൃദയത്തിൻ്റെ ഇടത് ഏട്രിയത്തിലേക്ക് രക്തം എത്തിക്കുന്ന രക്തക്കുഴൽ ശ്വാസകോശ സിര. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ മഹാധമനി അഥവാ അയോർട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ രക്തക്കുഴൽ
മഹാധമനി അഥവാ അയോർട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനി അഥവാ അയോർട്ട. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ധമനി മഹാധമനി അഥവാ അയോർട്ട. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത് കൊറോണറി ധമനി. ഹൃദയഭിത്തിക്ക് രക്തം നൽകുന്നത് കൊറോണറി ധമനി. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകൾ പോർട്ടൽ സിരകൾ. അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന സിരകൾ പോർട്ടൽ സിരകൾ. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികൾ വികസിക്കുന്നു. ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികൾ വികസിക്കുന്നു. ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികൾ ചുരുങ്ങുന്നു. ഹൃദയം വിശ്രമിക്കുമ്പോൾ ധമനികൾ ചുരുങ്ങുന്നു. മനുഷ്യ ശരീരത്തിലെ വിശ്രമം ഇല്ലാത്ത പേശി ഹൃദയപേശി. മനുഷ്യ ശരീരത്തിലെ വിശ്രമം ഇല്ലാത്ത പേശി ഹൃദയപേശി. ഹൃദയസ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന വലത് ഏട്രിയത്തിന് മുകൾ ഭാഗത്തുള്ള പേശികൾ സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ, അതായത് എസ് എ നോഡ്. ഹൃദയസ്പന്ദന നിരക്ക് നിയന്ത്രിക്കുന്നതിന് സഹായിക്കുന്ന വലത് ഏട്രിയത്തിന് മുകൾ ഭാഗത്തുള്ള പേശികൾ സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ അഥവാ എസ് എ നോഡ്. വലത് ഏട്രിയത്തിന് മുകൾ ഭാഗത്തുള്ള സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ കാണപ്പെടുന്ന ഭാഗമാണ് പേസ് മേക്കർ. വലത് ഏട്രിയത്തിന് മുകൾ ഭാഗത്തുള്ള സൈനോ ഏട്രിയൽ നോഡിലെ പേശികൾ കാണപ്പെടുന്ന ഭാഗമാണ് പേസ് മേക്കർ. ഹൃദയ അറകളുടെ സങ്കോചം സിസ്റ്റോൾ. ഹൃദയ അറകളുടെ സങ്കോചം സിസ്റ്റോൾ. ഹൃദയ അറകളുടെ വിശ്രാന്ത അവസ്ഥ ഡയസ്റ്റോൾ. ഹൃദയ അറകളുടെ വിശ്രാന്ത അവസ്ഥ ഡയസ്റ്റോൾ. ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. ഒരു സിസ്റ്റോളും ഡയസ്റ്റോളും ചേർന്നതാണ് ഹൃദയസ്പന്ദനം. രക്തം ധമനികളിലേക്ക് പമ്പ് ചെയ്യപ്പെടുമ്പോൾ ഹൃദയം സങ്കോചിക്കുമ്പോൾ ധമനികളിൽ ഉണ്ടാകുന്ന മർദ്ദമാണ് സിസ്റ്റോളിക് പ്രഷർ 120 mmHg. രക്തം തിരിച്ച് ഹൃദയത്തിൽ എത്തുന്ന സമയത്ത്, അതായത് ഹൃദയം വികസിക്കുമ്പോൾ ധമനികളിൽ അനുഭവപ്പെടുന്ന കുറഞ്ഞ മർദ്ദമാണ് ഡയസ്റ്റോളിക് പ്രഷർ 80 mmHg. മനുഷ്യരിൽ നടക്കുന്ന രക്തപര്യനം ദിപര്യനം. മനുഷ്യരിൽ നടക്കുന്ന രക്തപര്യനം ദിപര്യനം. സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും ചേർന്നതാണ് ദിപര്യനം. സിസ്റ്റമിക് പര്യനവും പൾമണറി പര്യനവും ചേർന്നതാണ് ദിപര്യനം. ഇടത് വെൻട്രിക്കിളിൽ തുടങ്ങി വലത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് സിസ്റ്റമിക് പര്യനം. വലത് വെൻട്രിക്കിളിൽ തുടങ്ങി ഇടത് ഏട്രിയത്തിൽ അവസാനിക്കുന്ന പര്യനമാണ് പൾമണറി പര്യനം. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്